നമ്മൾ ഇന്ന് ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു കാൽപന്ത് കളിക്കാരനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് ഇന്ന് ചർച്ച ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം നടത്തിയ ചില പ്രസ്താവനകളുടെ പേരിൽ അദ്ദേഹത്തിനെ വളർത്തി വലുതാക്കിയ അദ്ദേഹത്തിൻ്റെ സ്വന്തം ക്ലബ്ബായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറയുന്ന ക്ലബ്ബ് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ്. ഇനി അദ്ദേഹം ജീവിതകാലത്ത് ഒരിക്കലും ആ ക്ലബിന് വേണ്ടി കളിക്കില്ല എന്നാണ് ക്ലബ് അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ കളിക്കാരൻ ആരാണെന്ന്. ലോകത്തിലെ ജനങ്ങൾക്ക്, ഫുട്ബോൾ പ്രേമികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കളിക്കാരിൽ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. വ്യക്തിത്വം കൊണ്ടും കളിയിലെ മികവ് കൊണ്ടും ലോകത്ത് എതിരിൽ നിൽക്കാൻ മറ്റാരുമില്ല എന്ന് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഉത്തമനായ ഒരു മനുഷ്യനും കൂടിയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത്. ഫുട്ബോൾ കളിച്ച് മാത്രം കോടിക്കണക്കിന് രൂപ വരുമാനമുണ്ടാക്കുന്നു. ഒരു വർഷം $700 മില്യൺ വരുമാനം നേടിയിട്ടുള്ള, ലോകത്തിൽ തന്നെ ഏറ്റവും സമ്പന്നനായിരുന്ന അത്ലറ്റ് എന്ന ബഹുമതി തുടർച്ചയായിട്ട് നേടിയിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കുട്ടിക്കാലത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. 1985 ഫെബ്രുവരി 5 പോർച്ചുഗലിലെ ആഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ നടനും അമേരിക്കൻ പ്രസിഡന്റുമായിരുന്ന റൊണാൾഡ് റീഗന്റെ കടുത്ത ആരാധകനായിരുന്നു. ഈ റൊണാൾഡ് റീഗനോടുള്ള ഈ ആരാധന കാരണമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അച്ഛൻ നമ്മുടെ റൊണാൾഡോയ്ക്ക് ആ പേര് നൽകിയത്. റൊണാൾഡോയുടെ അമ്മയുടെ പേര് മറിയ എന്നായിരുന്നു. റൊണാൾഡോ ശരിക്കും ജനിക്കേണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ച, അല്ലെങ്കിൽ ആ കുഞ്ഞ് വേണ്ട എന്ന് ഉറപ്പിച്ച ഒരമ്മയാണ് മറിയ. റൊണാൾഡോയുടെ കുടുംബത്തിൽ ധാരാളം കുഞ്ഞുങ്ങളുള്ളതും റൊണാൾഡോയുടെ അച്ഛൻ വലിയ ഒരു മദ്യപാനി ആയതും കാരണം ഇനി ഒരു കുഞ്ഞും കൂടെ ജനിക്കുകയാണെങ്കിൽ അതിനെ കൂടെ സംരക്ഷിക്കുന്നത് വലിയ ബാധ്യതയായി കരുതിയ മറിയ ഡോക്ടറെ സമീപിച്ച് വയറിലുള്ള കുഞ്ഞിനെ അബോർട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഡോക്ടർ ആ ആവശ്യം നിരാകരിക്കുകയും ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്തു. അന്ന് അബോർഷൻ നടന്നിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്ന, ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്ന ഫുട്ബോളറെ കിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടൊരു നന്ദി പറയേണ്ടത് റൊണാൾഡോയുടെ അമ്മയുടെ ആവശ്യം നിരാകരിച്ച ആ ഡോക്ടർക്കാണ്. കുട്ടിക്കാലം മുതൽ തന്നെ ഫുട്ബോളിനോട് വലിയ കമ്പമുണ്ടായിരുന്ന റൊണാൾഡോ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ വളരെ മനോഹരമായിട്ട് ഫുട്ബോൾ കളിച്ചു തുടങ്ങിയിരുന്നു. 8 വയസ്സ് പ്രായമുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലെ ആൻഡോറിഹ എന്ന് പറയുന്ന ക്ലബിലേക്ക് കളിക്കുവാനായിട്ട് അദ്ദേഹത്തിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഈ കാലത്തൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മ മറിയ റൊണാൾഡോയെ വിളിച്ചിരുന്നത് എപ്പോഴും കരയുന്ന കുട്ടി, ക്രൈയിങ് ബേബി എന്നാണ്. ഇതിന് കാരണം എപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയാലും വളരെ മനോഹരമായി കളിക്കുവാൻ കഴിയാതിരിക്കുകയോ കൃത്യമായി സ്കോർ ചെയ്യാൻ കഴിയാതിരിക്കുകയോ ഒക്കെ ചെയ്താൽ കളി കഴിഞ്ഞ സമയം മുതൽ ഗ്രൗണ്ടിലിരുന്ന് നിലവിളിക്കുന്ന ഒരു കുട്ടിയായിരുന്നു റൊണാൾഡോ. ഇദ്ദേഹത്തിൻ്റെ നിലവിളി കാരണമാണ് അദ്ദേഹത്തിനെ ക്രൈയിങ് ബേബി എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് 10 വയസ്സുള്ളപ്പോൾ പോർച്ചുഗലിലെ അറിയപ്പെടുന്ന ഒരു ഫുട്ബോൾ ക്ലബിൻ്റെ ആരാധകരുടെ കൂട്ടത്തിലേക്കും ആ ഫുട്ബോൾ ക്ലബിലേക്കുമൊക്കെ റൊണാൾഡോയെ ആ ക്ലബിൻ്റെ അധികൃതർ തിരഞ്ഞെടുക്കുകയുണ്ടായി. 2 വർഷത്തോളം അദ്ദേഹം ഈ ക്ലബിൽ ഫുട്ബോൾ കളിക്കുകയും പരിശീലിക്കുകയുമൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഈ ക്ലബിലുള്ള ഫുട്ബോൾ കളിക്കിടയിലാണ് അദ്ദേഹത്തിന് ആൽബർട്ട് ഫ്രോണ്ടിനോ എന്ന് പറയുന്ന ഒരു സുഹൃത്തിനെ കിട്ടുന്നത്. ഇവരുടെ തമ്മിലുള്ള ബന്ധം അറിയുന്നതിന് ഒരു കഥ തന്നെ പറയേണ്ടി വരും. കഥയല്ല, പഴയൊരു ചരിത്രം. ഇവർ ഈ ഫുട്ബോൾ ക്ലബിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അന്നത്തെ പോർച്ചുഗലിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ക്ലബ്ബുകളിലെ ഫുട്ബോൾ അക്കാഡമികളിൽ ഒന്നായ സ്പോർട്ടിംഗ് ലിസ്ബൺ ഈ ക്ലബിലേക്ക് കളിക്കാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് വന്നു. ഈ അക്കാഡമി അവിടെ പറഞ്ഞ ഒരു നിർദ്ദേശമെന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന കളിക്കാരനെ അവർ അക്കാഡമിയിലേക്ക് കൊണ്ടുപോകും എന്നാണ്. അങ്ങനെ കുട്ടികളെയൊക്കെ, അവിടെയുള്ള കളിക്കാരെയൊക്കെ ടീമുകളാക്കി തിരിച്ച് മത്സരം സംഘടിപ്പിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ടീം 3-0 ജയിക്കുകയും ചെയ്തു. ഈ കളിയിലെ ആദ്യത്തെ ഗോൾ അടിച്ചത് നമ്മുടെ ക്രിസ്ത്യാനോ തന്നെയാണ്. എന്നാൽ രണ്ടാമത്തെ ഗോൾ അടിച്ചത് ആൽബർട്ട് ആയിരുന്നു. മൂന്നാമത്തെ ഗോൾ അടിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്ക് പന്തുമായി ഗോൾ പോസ്റ്റിന് അരികെ വരെ എത്തിയതും ആൽബർട്ട് ആയിരുന്നു.
എന്നാൽ ഓടി അവിടെ എത്തുമ്പോൾ തനിക്ക് പുറകിലായി ഓടി വന്നുകൊണ്ടിരുന്ന റൊണാൾഡോയെ കണ്ട ആൽബർട്ട് പന്ത് റൊണാൾഡോയ്ക്ക് പാസ് ചെയ്ത് കൊടുക്കുകയും റൊണാൾഡോ ഗോൾ അടിക്കുകയും ചെയ്തു. കൂടുതൽ ഗോള് റൊണാൾഡോ സ്കോർ ചെയ്തതിൻ്റെ പേരിൽ സ്പോർട്ടിംഗ് ലിസ്ബണിലെ അക്കാഡമിയിലേക്ക് റൊണാൾഡോയ്ക്ക് സെലക്ഷനും കിട്ടി. ഈ മത്സരത്തിനു ശേഷം റൊണാൾഡോ ആൽബർട്ടിനോട് എന്തിനാണ് നീ എനിക്ക് ആ പന്ത് പാസ് ചെയ്ത് തന്നത് എന്ന് ചോദിച്ചപ്പോൾ ആൽബർട്ട് റൊണാൾഡോയോട് പറഞ്ഞ മറുപടി, നീ എന്നെക്കാൾ മികച്ച കളിക്കാരനാണ്, നീയാണ് അക്കാഡമിയിൽ പോകാൻ യോഗ്യൻ, അതുകൊണ്ടാണ് നിനക്ക് ഞാൻ പന്ത് പാസ് ചെയ്ത് തന്നത് എന്നാണ്. എ ഫ്രണ്ട് ഇൻ നീഡ് ഈസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്ന് പറയുന്ന ആ വാക്യത്തിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഇന്നും മികച്ച സൗഹൃദമാണ് റൊണാൾഡോയും ആൽബർട്ടും തമ്മിൽ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ മികച്ച പ്രകടനം കണ്ടതോടെ സ്പോർട്ടിംഗ് ലിസ്ബൺ അദ്ദേഹത്തിന് 15 പൗണ്ടിൻ്റെ കോൺട്രാക്റ്റ് നൽകി അവരോടൊപ്പം കൂട്ടുകയും ചെയ്തു. ലിസ്ബണിലേക്ക് പോകേണ്ടി വന്ന റൊണാൾഡോയ്ക്ക് തൻ്റെ കുടുംബത്തെ പിരിഞ്ഞ് താമസിക്കേണ്ടി വന്നു. അന്ന് അദ്ദേഹത്തിന് കേവലം 12 വയസ്സ് മാത്രമാണ് പ്രായമുണ്ടായിരുന്നത്. കുടുംബത്തെ പിരിഞ്ഞ് കഴിയേണ്ടി വന്നതിൽ റൊണാൾഡോയ്ക്ക് വളരെ വലിയ വിഷമം ഉണ്ടാവുകയും എപ്പോഴും അദ്ദേഹം സുഹൃത്തുക്കളോടൊപ്പം തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറഞ്ഞ് വിഷമിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ അദ്ദേഹത്തിന് 15 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന് ശാരീരികമായിട്ടുള്ള അവശതകൾ ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ അമ്മയും അച്ഛനും ചേർന്ന് അദ്ദേഹത്തെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഡോക്ടർമാർ നടത്തിയ പരിശോധനയിൽ റൊണാൾഡോയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഹൃദ്രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കപ്പെട്ടു. ഇനി ഒരിക്കലും കൂടുതൽ വേഗത്തിലോ അല്ലെങ്കിൽ കുറച്ച് ദൂരം കൂടുതലോ ഓടുവാൻ പാടില്ലെന്നും ഫുട്ബോൾ കളിക്കുവാൻ പാടില്ലെന്നുമൊക്കെ ഡോക്ടർമാർ റൊണാൾഡോയോട് നിർദ്ദേശിച്ചു. അത് മാത്രമല്ല, അതിസങ്കീർണമായ ഒരു ഓപ്പറേഷൻ നടത്തിയാൽ മാത്രമേ അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുവാൻ തന്നെ കഴിയുകയുള്ളൂ, ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ തന്നെ അപകടത്തിലാണ് എന്നും ഡോക്ടേഴ്സ് പറഞ്ഞു. 8 തൊട്ട് 10 മണിക്കൂർ വരെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ കഴിഞ്ഞിരുന്ന, നിരന്തരം ഫുട്ബോൾ കളിച്ചുകൊണ്ടേയിരുന്ന റൊണാൾഡോയ്ക്ക് ഒരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന, ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല അത്. എന്നാൽ ഡോക്ടേഴ്സിൻ്റെ മുന്നറിയിപ്പിനെ തുടർന്ന് അദ്ദേഹം ഓപ്പറേഷന് തയ്യാറാവുകയും ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമം കഴിഞ്ഞ് അദ്ദേഹം ഡോക്ടേഴ്സിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരികെ ഗ്രൗണ്ടിലേക്ക് തന്നെ മടങ്ങി വരികയുമാണ് ചെയ്തത്. അതിഭീകരമായ ഒരു പ്രതിസന്ധിയെ അതിജീവിച്ച് ഗ്രൗണ്ടിലേക്ക് മടങ്ങി വന്ന റൊണാൾഡോ വളരെ വിദഗ്ധമായ പരിശീലനവും മികച്ച കളികളുമായി മുന്നോട്ട് പോകുന്നതിനിടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു വലിയ ദുരന്തം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് മരണപ്പെട്ടു. മരണകാരണം അമിതമായിട്ടുള്ള മദ്യപാനം. അച്ഛനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന റൊണാൾഡോയ്ക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ അന്നു മുതൽ ഇന്ന് വരെ റൊണാൾഡോ മദ്യത്തെയോ മദ്യക്കുപ്പികളെ പോലും കൈകൊണ്ട് തൊടുന്ന ഒരാളല്ലാതായി മാറുകയും ചെയ്തു. പിതാവിൻ്റെ മരണത്തോടു കൂടി കുടുംബത്തിലുണ്ടായിരുന്ന ആകപ്പാടുള്ള വരുമാന മാർഗം അടയുകയും കുട്ടികളും റൊണാൾഡോയുടെ അമ്മയുമൊക്കെ പട്ടിണിയാകുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. അതിനെ തുടർന്ന് റൊണാൾഡോയുടെ അമ്മ മറ്റ് വീടുകളിൽ ജോലിക്ക് പോയി അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ബാക്കിയുള്ള കുട്ടികളെ സംരക്ഷിച്ചു കൊണ്ടിരുന്നത്. പിതാവിൻ്റെ മരണവും തൻ്റെ വീട്ടിലെ ദാരിദ്ര്യവുമെല്ലാം നിരന്തരം അലട്ടിയിരുന്ന പ്രതിസന്ധികളാണെങ്കിലും ഈ പ്രതിസന്ധികളെയെല്ലാം ഫുട്ബോൾ കൊണ്ട് മറികടക്കുവാനാണ് റൊണാൾഡോ പരിശ്രമിച്ചു കൊണ്ടേയിരുന്നത്. നിരന്തരം പരിശീലിക്കുകയും കൂടുതൽ മികച്ച കളിക്കാരനായി രൂപപ്പെടുകയും ഒക്കെ ചെയ്യുകയാണ് ഈ കാലഘട്ടത്തിൽ റൊണാൾഡോ ചെയ്തിരുന്നത്. 17ാമത്തെ വയസ്സിലാണ് റൊണാൾഡോയ്ക്ക് ആദ്യമായിട്ട് ഒരു ക്ലബ്ബ് മാച്ച് കളിക്കാൻ കഴിയുന്നത്. ആ മാച്ചിലെ വളരെ മികച്ച പെർഫോമൻസോടുകൂടി അദ്ദേഹം നാട്ടിലെ അല്ലെങ്കിൽ പോർച്ചുഗലിലെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഫുട്ബോളറായി മാറുകയും ചെയ്തു. അതിനെ തുടർന്ന് 2003 അദ്ദേഹത്തിന് 18 വയസ്സ് പ്രായമുള്ളപ്പോൾ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഫുട്ബോൾ ക്ലബ്ബുകളിൽ ഒന്നായ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് $17 മില്യൺ റൊണാൾഡോയുമായിട്ട് കരാർ ഒപ്പിടുകയും അദ്ദേഹത്തിനെ അവരുടെ കളിക്കാരനായി കൂടെ ചേർക്കുകയും ചെയ്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചെല്ലുമ്പോൾ 28ാം നമ്പർ ജേഴ്സിയിൽ കളിക്കണമെന്നായിരുന്നു റൊണാൾഡോയുടെ ആഗ്രഹം. എന്നാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ അധികാരികൾ അദ്ദേഹത്തിന് നൽകിയത് 7ാം നമ്പർ ജേഴ്സി ആയിരുന്നു. ഇടയ്ക്ക് കുറച്ച് നാള് 7ാം നമ്പർ മാറി 9ാം നമ്പറിലൊക്കെ കളിച്ചിട്ടുണ്ട് എങ്കിലും അന്ന് തൊട്ട് ഇന്ന് വരെയും റൊണാൾഡോയുടെ ഏറ്റവും പ്രിയപ്പെട്ട ജേഴ്സി നമ്പർ 7 തന്നെയാണ്. FA കപ്പ് ജയിച്ചുകൊണ്ടായിരുന്നു മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ റൊണാൾഡോയുടെ തുടക്കം. 3 പ്രീമിയർ ലീഗ് കിരീടങ്ങളും ഒരു ചാമ്പ്യൻസ് ട്രോഫിയും ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പും ഒക്കെ
മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി നേടിക്കൊടുക്കുവാൻ റൊണാൾഡോയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. 2009 റയൽ മാഡ്രിഡ് $132 മില്യൺ നൽകി മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും റൊണാൾഡോയെ സ്വന്തമാക്കി. അന്ന് വരെ ലോകത്ത് നടന്നിട്ടുള്ള ഏറ്റവും വലിയ കരാർ ഉടമ്പടിയായിരുന്നു റയൽ മാഡ്രിഡും മാഞ്ചസ്റ്റർ യുണൈറ്റഡും തമ്മിൽ റൊണാൾഡോയ്ക്ക് വേണ്ടി നടത്തിയത്. ഒരു കളിക്കാരന് വേണ്ടി മാത്രം $132 മില്യൺ ഒക്കെ ചെലവഴിക്കുക എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. 2009 മുതൽ 2015 വരെ റയൽ മാഡ്രിഡിന് വേണ്ടിയിട്ട് റൊണാൾഡോ ബൂട്ടണിഞ്ഞിട്ടുണ്ട്. 15 കപ്പുകൾ അവർക്ക് വേണ്ടി നേടിക്കൊടുക്കുകയും ഒട്ടനവധി വിജയങ്ങളിലേക്ക് റയൽ മാഡ്രിഡിനെ കൈപിടിച്ച് നടത്തുകയും ചെയ്ത ഫുട്ബോളറാണ് റൊണാൾഡോ. 2018 ഇറ്റാലിയൻ ക്ലബായ ജുവന്റസ് 100 മില്യൺ പൗണ്ടിനാണ് റൊണാൾഡോയുമായിട്ട് കരാർ ഒപ്പിട്ടത്. 30 വയസ്സ് കഴിഞ്ഞാൽ ഫുട്ബോൾ കളിക്കുവാനുള്ള ശേഷിയൊക്കെ നഷ്ടപ്പെട്ടു പോകുമെന്ന് ചിന്തിക്കുന്ന ഒരു കാലത്ത് 30 വയസ്സ് കഴിഞ്ഞ റൊണാൾഡോയ്ക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു തുക മുടക്കുവാൻ ജുവന്റസിനെ പോലെ ഒരു വലിയ ക്ലബ്ബ് തയ്യാറായത് അദ്ദേഹത്തിൻ്റെ ഫുട്ബോളിലുള്ള കഴിവിലുള്ള വിശ്വാസം തന്നെയാണ്. 2015 പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ ബെസ്റ്റ് ഫുട്ബോൾ പ്ലെയർ ഓഫ് ഓൾ ടൈം എന്ന ബഹുമതി നൽകി റൊണാൾഡോയെ ആദരിച്ചിട്ടുണ്ട്. 2016 2017 ലോകത്തിലെ ഏറ്റവും വരുമാനമുള്ള അത്ലറ്റായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ടത് റൊണാൾഡോയാണ്. ടൈം മാഗസിൻ അക്കാലത്ത് പ്രസിദ്ധീകരിച്ച 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ലിസ്റ്റിലും റൊണാൾഡോയുടെ പേരുണ്ടായിരുന്നു. മികച്ച കളിയിലൂടെ കാൽപന്ത് കളിയിൽ കാണിച്ചിട്ടുള്ള അത്ഭുതങ്ങളിലൂടെ കോടാനുകോടി ഡോളറിന്റെ സമ്പാദ്യം ഉണ്ടാക്കിയപ്പോഴും ഒട്ടനവധി ഫുട്ബോളുമായി ബന്ധപ്പെട്ട അവാർഡുകളൊക്കെ നേടിയെടുത്തപ്പോഴും ഒന്നും റൊണാൾഡോ താൻ വന്ന വഴികൾ മറന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തിൽ നിന്ന് വലിയൊരു ഭാഗമെടുത്ത് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുകയും തെരുവിൽ ഉപേക്ഷിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്കായി സ്വന്തമായി അനാഥാലയം നടത്തുകയും ഒക്കെ റൊണാൾഡോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് കിട്ടിയ ഗോൾഡൻ ബൂട്ട് ലേലം ചെയ്ത് ഗാസയിലെ സ്കൂളുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുക നൽകുകയും ചെയ്തു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ഹൃദയ വിശാലതയുടെ ഉദാഹരണമാണ്. പുകവലിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നും മനുഷ്യന് ഹാനികരമാകുന്ന തരത്തിലുള്ള എല്ലാവിധ പാനീയങ്ങളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്ന സ്വഭാവക്കാരനാണ് റൊണാൾഡോ. പല അന്താരാഷ്ട്ര വേദികളിലുമൊക്കെ ഇത്തരം പാനീയങ്ങളോടും പുകവലിക്കുന്ന ഉൽപ്പന്നങ്ങളോടുമൊക്കെ അദ്ദേഹത്തിന്റെ എതിർപ്പ് അദ്ദേഹം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്ഥിരമായി രക്തദാനം ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ സ്വന്തം ശരീരത്തിൽ ടാറ്റൂകളൊന്നും പഴുപ്പിക്കാത്ത ഒരു ഫുട്ബോളർ കൂടിയാണ് റൊണാൾഡോ. ലോകം മുഴുവൻ കാൽപന്ത് കളിയുടെ ആവേശത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ റൊണാൾഡോ എന്ന് പറയുന്ന വളരെ മികച്ച ഒരു മനുഷ്യനെ കുറിച്ച് സംസാരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. സ്വന്തം ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഒക്കെ നേരിട്ട വളരെ വലിയ പ്രതിസന്ധികളെ ഫുട്ബോൾ കളി കൊണ്ട് മറികടന്ന വ്യക്തിയാണ് അദ്ദേഹം. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഫുട്ബോൾ കളിക്കാരിൽ എന്തുകൊണ്ടും അനുകരിക്കാവുന്ന ഒരു ജീവിതമാണ് റൊണാൾഡോയുടേത്. നമ്മൾ തോക്കുമെന്നും തോറ്റുകൊണ്ടിരിക്കുകയാണ് എന്നുമൊക്കെ കരുതി ഏതെങ്കിലും കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന് മുമ്പ് കുറച്ച് സമയം റൊണാൾഡോയെ കുറിച്ച് അറിയുവാൻ ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക. വളരെ ശക്തമായി സ്വന്തം ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ഒരു പ്രചോദനം തന്നെയായിരിക്കും.